ജനഹിതം അറിയും മുൻപേ എന്ന പരിപാടിയുമായി ഇന്ന് നമ്മളുള്ളത് ധർമ്മടത്താണ്. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദാണ് നമുക്കൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രിയാണ് എതിരാളി, പാർട്ടി നിയോഗിക്കുന്നു അവിടെ മത്സരിക്കാൻ, എന്താണ് ആദ്യം തോന്നിയത്? ഒരിക്കലും എതിരാളി ആരാണെന്ന് ഞാൻ ഒരു ഘട്ടത്തിൽ നോക്കിയിട്ടില്ല. കാരണം ധർമ്മടം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ UDFന്റെ ഒരു സ്ഥാനാർത്ഥിയായി പാർട്ടിയും മുന്നണി നിശ്ചയിച്ചപ്പോൾ പാർട്ടി എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദൗത്യം അത് നിറവേറ്റുക എന്ന ഒരൊറ്റ ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ഞാൻ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് എന്നെ സംബന്ധിച്ച്. 5 വർഷം മുമ്പ് തളിപ്പറമ്പിലും സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് പാർട്ടി ഒരു അവസരം നൽകുന്നത്. ഞാൻ ആ സ്ഥാനാർത്ഥിത്വത്തോട് 100% ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനകത്ത് പോരാടിയത്. ധർമ്മട ഒരു ബാലികേറ മലയല്ല. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചെറിയ ഡിഫറൻസ് ആണ്. അതിശക്തമായ ഒരു പിണറായി വിരുദ്ധ മനോഭാവം ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരു അവസരം കാത്തു നിൽക്കുകയാണ് ജനങ്ങൾ എന്ന ഫീലിംഗ് ആണ് ആദ്യത്തെ റൗണ്ടിൽ ഓടിയപ്പോൾ. ഞാൻ പല CPM ഓഫീസുകളിലും ഓടി കയറുമ്പോൾ അവർ എണീറ്റിക്കാണ്, കൈപിടിക്കാണ്, ചിരിക്കുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് ജയിക്കണം, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി CPM പ്രവർത്തകർ തന്നെ ഒരു അവസരം കാത്തിക്കാണ്, പിണറായി വിജയന് എതിരെ ഒരു അവസരം കാത്തിക്കാണെന്ന് മനസ്സിലായി. രണ്ടാം റൗണ്ടിൽ വളരെ സീരിയസ് ആയി ഒരു മൂവ്മെന്റ്. ആദ്യ റൗണ്ടിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ രണ്ടാം റൗണ്ടിൽ പ്രധാനപ്പെട്ട ടൗണുകൾ മുഴുവൻ കയറി ഇറങ്ങി ഒരു സീരിയസ് ആയ ഒരു മൂവ്മെന്റ് നടത്തി. ആ മൂവ്മെന്റിന്റെ ഒരു പ്രതിഫലനമായിരുന്നു കുട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ കണ്ട വലിയ ആൾക്കൂട്ടം. ധർമ്മടത്തിന്റെ ചരിത്രത്തിൽ ധർമ്മട അസംബ്ലി രൂപീകരിച്ചതിൽ പിന്നെ ഒരു കുട്ടിക്കലാശം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തെ ധർമ്മടത്തിന്റെ ഒരു സ്ഥലത്തും കോൺഗ്രസ് UDF സംഘടിപ്പിച്ചിട്ടില്ല. ഇത്രയ്ക്കും ആൾക്കൂട്ടമായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ ഒരു കാര്യം ബോധ്യമാണ്, ധർമ്മടത്ത് ഇത്തവണ ചരിത്രപരമായ അട്ടിമറി ഉണ്ടാകും. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായി തോൽക്കുന്ന ആദ്യത്തെ വ്യക്തിയായി പിണറായി വിജയൻ മാറും. എന്തായാലും പ്രതിപക്ഷ നേതാവാകുന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് പോലും ആവാൻ പിണറായി വിജയന് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നൊന്നും ഞാൻ പറയാനില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് നടത്താനുള്ള സാഹചര്യം ഇതൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് അദ്ദേഹം പരാജയപ്പെടും. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി ആയി തോൽക്കുന്ന ഒരു ചരിത്രം കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ രേഖപ്പെടുത്തും. UDF എന്തായാലും ധർമ്മടത്ത് ഒരു അട്ടിമറി വിജയം ഉണ്ടാവും. അപ്പം മുഖ്യമന്ത്രിക്കെതിരെ ധർമ്മടത്ത് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ഞാൻ തുടക്കം മുതൽ ശ്രദ്ധിച്ചത് വലിയൊരു സ്വീകാര്യതയായിരുന്നു. കാരണം ഒരു അത്ഭുതത്തോടു കൂടിയെല്ലാം ഒരു സ്ഥാനാർത്ഥിയെ കാണുന്ന തരത്തിൽ ചില മേഖലകൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു MLA ജനം ആഗ്രഹിക്കുകയാണ്. അവരുടെയൊക്കെ വീടുകൾ, ഞാൻ അവരോട് തുടക്കം മുതൽ പറഞ്ഞതാണ്, നിങ്ങൾ എനിക്കൊരു വോട്ട് നൽകിയാൽ ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു MLA ആയിട്ടുണ്ട്, ഏത് ആവശ്യത്തിനും കൂടി ഉണ്ടാവും. പലരും എന്നോട് പരാതി പറയും, ഞങ്ങളൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് വോട്ട് ചെയ്തവരാണ്, പക്ഷേ വീട്ടിലൊരു പ്രയാസം ഉണ്ടായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൽ ഞാൻ അത്ഭുതപ്പെട്ടത് എന്നോടൊരു CPM നേതാവിൻ്റെ ബന്ധു പറഞ്ഞത്, ഉന്നത CPM നേതാവാണ്, പഞ്ചായത്തിൽ ഈ പറയുന്ന പോലെ ഭരണ നേതൃരംഗത്ത് അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിച്ചിട്ടും അദ്ദേഹം മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ എത്രയോ ദിവസം ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിലെ ചില സമ്പന്നന്മാരുടെ വീട്ടിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ കൂടെ കാറുകൾ കാണുന്നുണ്ട്. പക്ഷേ സാധാരണക്കാരായ CPM നേതാക്കന്മാരുടെ വീടുകളിൽ ഒരു സങ്കടം ഉണ്ടായാലോ സന്തോഷം ഉണ്ടായാൽ പോലും സ്ഥലത്തുണ്ടെങ്കിൽ പോലും ശ്രീ പിണറായി വിജയൻ അവിടെ പോകാറില്ല എന്നുള്ളത് അവരെന്നോട് പറഞ്ഞു. ഞങ്ങൾക്ക് പരാതി പറയാൻ ഒരാളില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ അവിടെ മണ്ഡലം പ്രതിനിധി അദ്ദേഹം വെച്ചിട്ടുണ്ട്, പക്ഷെ ആ മണ്ഡലം പ്രതിനിധിയെ അത്ര പോലും കാണാറില്ല. പിണറായി വിജയനെ TV-യിലെങ്കിലും കാണാം, മണ്ഡലം പ്രതിനിധി അത്ര പോലും കാണാറില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും ഞാൻ എത്തുമ്പോൾ ഓരോ സ്ഥലത്ത് പറയാറുണ്ട്, ഈ മണ്ഡലത്തിൽ ധർമ്മട നിയോജകമണ്ഡലം നിങ്ങൾ അറിയേണ്ടത് 10 വർഷക്കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. ഒരു തല കറങ്ങി വീണ അഡ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ആശുപത്രി, ഒരു ക്ലിനിക്ക്, സർക്കാർ ക്ലിനിക്ക് ഈ ധർമ്മടം അസംബ്ലിയിൽ ഈ സമയമില്ല. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പോലും ചക്കരക്കല്ലിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു ആശുപത്രി തുടങ്ങാൻ, ഒരു ബെഡെങ്കിലുള്ള ഒരു ആശുപത്രി തുടങ്ങാൻ പിണറായി വിജയന് സാധിച്ചിട്ടില്ല. ഇനി നോക്കാം, ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ശാന്തസുന്ദരമായി ഒഴുകുന്ന, കഥ പറഞ്ഞൊഴുകുന്ന അഞ്ചരക്കണ്ടി പുഴയോരത്ത് കുറേ ബോട്ട് ചെട്ടി കെട്ടിയിട്ടുണ്ട്. മമ്പലത്തുണ്ട്, പെരളശ്ശേരിൻ്റെ മാവിലായുണ്ട് ഒക്കെ ബോട്ട് ചെട്ടിയുണ്ട്. പക്ഷെ ഒരു കടലാസ് ബോട്ട് പോലും ഈ 10 വർഷക്കാലം, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിയാണ്. ആ ടൂറിസം മന്ത്രി ഒരു ദിവസം വന്നിട്ട് ഒരു ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉല്ലാസയാത്ര മമ്പറം പുഴയിലൂടെ നടത്തിയതല്ലാതെ അന്ന് കണ്ട ബോട്ട് പിന്നെ ജനം കണ്ടിട്ടില്ല. അപ്പം ജനം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ ബോട്ട് ചെട്ടികൾ? 300 കോടി രൂപയിലധികം വരുന്ന കൊടിയ അഴിമതിയുടെ നിത്യസ്മാരകങ്ങളായി അഞ്ചരക്കണ്ടി പുഴയോരത്ത് ഇത് കെട്ടിയിട്ടിരിക്കുകയാണ്. മുഴപ്പിലങ്ങാട് ലോകത്തിലെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവിടത്തേക്ക് പോകാൻ ഏതെങ്കിലും ഒരു സിംഗിൾ റോഡ്, ഞാൻ പലതവണ ചോദിച്ചു, സിംഗിൾ റോഡ്
ഏതെങ്കിലും ഒരു ഗ്രാമീണ റോഡ് പോകട്ടെ, വീതി കൂട്ടി ഏറ്റെടുത്ത് സ്ഥലം ഏറ്റെടുത്ത് വികസിപ്പിച്ചു. നമ്മൾ മുഴപ്പിലങ്ങാട് പോയവർക്കെല്ലാം അറിയാം, ജനം ശപിച്ചിട്ടാണ് വരിക. കാരണം 3 റെയിൽവേ ഗേറ്റ് ഉണ്ട് മുഴപ്പിലങ്ങാടിന്റെ തീരദേശ മേഖലയിലേക്ക് കടക്കാൻ. 3ലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ചെറു വിരൽ എനക്കാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് സാധിച്ചു. 1 മീറ്റർ പോയിട്ട്, 1/2 മീറ്റർ പോയിട്ട്, ഒരു 15 സെന്റിമീറ്റർ അവിടെ ഒരു വീതി കൂട്ടി ഈ പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് സാധിച്ചു. ധർമ്മടത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ, CPM പഞ്ചായത്ത് മെമ്പർ എന്നോട് പറയാണ്, സ്ഥാനാർത്ഥി നിങ്ങൾ ജയിച്ചാൽ ഇത് ചെയ്തു തരണം. ഒരു CPM പഞ്ചായത്ത്, ഞാൻ കളവ് പറയുന്നതല്ല, ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ വിഷ്വലുണ്ട്, ഞാൻ അവരുടെ സ്വകാര്യത മാനിച്ച് ഞാൻ പുറത്തു വിടുന്നില്ല. അവരെന്നോട് പറയാണ് നിങ്ങൾ ജയിച്ചത് ചെയ്താൽ. ഏത് മേഖലയിലാണ്? പഠിച്ച ബ്രണ്ണൻ കോളേജിനകത്ത് കോഴ്സ് അനുവദിച്ചു എന്ന് പറയുന്നു, പക്ഷേ തസ്തികകളില്ല, അവിടെ പുതിയ കെട്ടിടങ്ങളില്ല. 10 വർഷക്കാലമായിട്ടും അതിൻ്റെ ഗേറ്റിൻ്റെ പണി ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ധർമ്മടത്തുള്ളത്? ഞാൻ ഇത് ഓരോന്ന് നിങ്ങൾ അറിയേണ്ടത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു അസംബ്ലിയാണ് ധർമ്മട അസംബ്ലി. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിങ്ങൾ അറിയേണ്ടത്, ചക്കരക്കല്ലിൽ കണ്ണൂർ സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ച അവസാനം അത് കണ്ണൂരിലെ ഒരു സ്കൂളിന്റെ വരാന്തയിലേക്ക് മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം പോയി, വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് 3 വരിയിൽ വാടക കെട്ടിടത്തിലാണ്. അതുപോലെ തന്നെ ട്രഷറി വാടക കെട്ടിടത്തിലാണ്. മുഴുവൻ സർക്കാർ ഓഫീസുകളും അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിന്റെ 14-ാം വാർഡിലാണ്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന വസ്തുനികുതി അടക്കുന്ന പാതിരിയാട് വില്ലേജ് ഓഫീസിൽ പോയി നോക്കണം. ടാർപോളിനിട്ട്, അതായത് പിന്നെ ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ്. ഒരു റവന്യൂ ടവറിനുള്ള അവകാശം, അതായത് സർക്കാർ ഓഫീസുകൾ മുഴുവൻ ഒരു കെട്ടിടത്തിൽ വരുന്ന ഒരു റവന്യൂ ടവറിനുള്ള അവകാശം ഈ ധർമ്മടത്തെ വോട്ടർമാർ, അത് പിണറായി വിജയന്റെ ഔദാര്യമല്ല, പക്ഷെ പിണറായി വിജയൻ MLA ആയി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട്, മണ്ഡലം തിരിഞ്ഞു നോക്കാത്തൊരു MLA ആയി എന്ന് മാറി എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇത് നിഷേധിക്കപ്പെട്ട ജനതയാണ് അവിടെയുള്ളത്. ജനങ്ങൾക്ക് നല്ല ബസ് സ്റ്റാൻഡുകളില്ല, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളില്ല. അതുപോലെ തന്നെ റോഡ് വികസനം, ചക്കരക്കല്ലിൽ ഉൾപ്പെടെ അഞ്ചരക്കല്ലിൽ ഉൾപ്പെടെ ജനങ്ങൾ വീർപ്പൂട്ടാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ദീർഘവീക്ഷണത്തോടുകൂടി കാര്യക്ഷമമായി ഇടപെടും. രണ്ടാമത്തെ ഒരു കാര്യം, ഒരുപാട് രോഗികളുണ്ട്, പ്രായമായ രോഗികൾ. ഒരു MLA കെയർ പദ്ധതി, അത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും, അതായത് പ്രായമായ ആളുകളെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഉൾപ്പെടുത്തി വീടുകളിലെത്തി ചികിത്സിക്കാൻ പറ്റും. അതിൻ്റെ സാധ്യതകളൊക്കെ പരിശോധിക്കും. അതുപോലെ തന്നെ പരമാവധി തൊഴിൽ സാധ്യതകൾ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ യുവതി-യുവാക്കൾക്ക് അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് എന്തെല്ലാം സാഹചര്യം ഒരുക്കാൻ സാധിക്കുമോ അതൊക്കെ ഒരുക്കും. യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട്, ബ്രണ്ണൻ കോളേജ് ഉണ്ട്, പുതുതായി കോഴ്സുകളും കോളേജുകളും തുടങ്ങുവാൻ വേണ്ടി ഉള്ള സ്ഥാപനങ്ങളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അതെല്ലാ മേഖലയിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴപ്പിലങ്ങാടിൻ്റെ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ, അഞ്ചരക്കണ്ടി പുഴയോരത്ത് ഉൾപ്പെടെ ടൂറിസം മേഖലയിൽ ഒരു സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനവും ഇല്ല. ഞാൻ ഇത് ധർമ്മടം പഞ്ചായത്ത് പറഞ്ഞു, അപ്പം പറഞ്ഞു ധർമ്മടം പഞ്ചായത്തിലും ഇല്ല. അതായത് ജീവിക്കാനോ പിണറായി വിജയനെ കൊണ്ട് സാധിക്കുന്നില്ല, എന്നാൽ മരിച്ചുപോയ ഒരു പൊതുശ്മശാനം ഉണ്ടാവണ്ടേ, അതുപോലും ഇല്ലാത്ത പഞ്ചായത്തുകളാണ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന പഞ്ചായത്ത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഒരു പൊതുശ്മശാനം കോൺഗ്രസ് ഇതുവരെ ഭരിച്ചിട്ടില്ല. വേങ്ങാട് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, MLA CPM, സർക്കാർ CPM, മുഖ്യമന്ത്രി സ്ഥലം MLA. പക്ഷേ വേങ്ങാട് പഞ്ചായത്തിൽ മരിച്ചാൽ ഒരു പൊതുശ്മശാനം ഈ കാലത്തിൻ്റെ ഇടയിൽ പിണറായി വിജയൻ ഉണ്ടാക്കാൻ കിട്ടിയിട്ടെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം MLA ആയിരിക്കുന്നത്? ഇപ്പം ധർമ്മടം മണ്ഡലത്തിലാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉള്ളത്. ഇപ്പം ജാതിയും വർണ്ണവിവേചനമൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ടോ? തീർച്ചയായും അത് ശക്തമായ നടപടികൾ പോലീസ് അതിനകത്ത് വേറൊരു തരത്തിലാണ് അതിൻ്റെ അന്വേഷണം കൊണ്ടുപോകുന്നത് ലോണാപ്പുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവിടുത്തെ കുട്ടികൾ ഉയർത്തിയ വിഷയമുണ്ട്. അതിൽ ഓരോ കുട്ടിയുടെയും പോലീസിൻ്റെ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങളുടെ സമരം, യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഉണ്ടായിരുന്നു, KSUവിൻ്റെ സമരം ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടി നേതാക്കന്മാർ കൃത്യമായ അതിനകത്ത് നിലപാട് പറഞ്ഞാണ്, അങ്ങനെ ജാതീയമായൊരു വിവേചനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് കുട്ടികളോട് അങ്ങനെ ഒരു വംശീയ അധിക്ഷേപമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അന്വേഷണം നടത്തണം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ മുമ്പ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ തകർക്കുന്ന രീതിയിലാണ് പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും അതൊക്കെ മാറണം. ഒരു മികച്ച രീതിയിൽ സ്ഥാപനം ഇല്ലാതാവണം എന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു നാടിന് അഭിമാനകരമായ ഒരു സ്ഥാപനം തന്നെയാണ്. കേരളത്തിൽ UDF അധികാരത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷ നേതാവ് നൂറൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്ന ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രതിപക്ഷ നേതൃപദവിയിൽ എന്തായാലും പിണറായി വിജയൻ ഉണ്ടാവില്ല. അദ്ദേഹം ധർമ്മടത്ത് തോൽക്കും, UDF വിജയിക്കും. പ്രതിപക്ഷത്തെ ഏറ്റവും ചുരുങ്ങിയ ഒരു അംഗസംഖ്യ, എന്തെങ്കിലും കൈപ്പടയിൽ കുറച്ച് സീറ്റുകൾ കിട്ടിയെങ്കിലായി എന്ന തരത്തിലേക്ക് ചരിത്രം കണ്ട ഏറ്റവും വലിയ തകർച്ചയില്ല. കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ പ്രതിപക്ഷമായി ഒരുപക്ഷെ CPM മാറും. അതിനകത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വെക്കാൻ പോലും നല്ലൊരു മുഖം കേരളത്തിനകത്ത് CPM ജയിച്ച് കയറാത്ത അവസ്ഥയിൽ പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെ CPM-ന്റെ
അടിവേരിളക്കിക്കൊണ്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടാകും. ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗസംഖ്യയുമായി കേരളത്തിലെ നിയമസഭയിലേക്ക് കോൺഗ്രസ് നടന്നു കയറും. അതിന് കൂട്ടായി UDF ഉണ്ടാകും. ഏറ്റവും മികച്ചൊരു ടീം ഉണ്ടാകും. ഏറ്റവും മികച്ച മന്ത്രിമാരുണ്ടാകും. ഏറ്റവും മികച്ച ഒരു കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും. ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും മുന്നോട്ട് പോകും. ഒരു മികച്ച ഭരണം, 10 വർഷക്കാലത്തെ ദുരന്തകാലം അവസാനിച്ച് ഒരു പുതിയ പിറവി കേരളത്തിലുണ്ടാകും. തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടും. വിജയപ്രതീക്ഷകളാണ് പങ്കുവച്ചത്. ധർമ്മടം മണ്ഡലം UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദാണ് നമുക്കൊപ്പം ഉള്ളത്. അട്ടിമറി വിജയം നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മോട് സഹകരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.